ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നാം വിശ്വസ്തത എന്ന വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മുഖ്യ സ്വഭാവങ്ങളിൽ മൂന്നെണ്ണമാണ് ന്യായം, കരുണ, വിശ്വസ്തത. അതുകൊണ്ട് ദൈവം ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വിധിയായി കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് ഈ സ്വഭാവം, ദൈവത്തിൻ്റെ ഈ വിശേഷപ്പെട്ട മൂന്ന് സ്വഭാവങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത് യേശു എന്ന മനുഷ്യനിൽ കൂടിയാണ്. അത് ദൈവസഭയിലും ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ പാഠങ്ങളിൽ പഠിക്കാനിടയായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യരുടെ വിശ്വസ്തതയേക്കാൾ വലുതാണ്. എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പഠിക്കാനിടയായി തീർന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വസ്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടാനും കഷ്ടപ്പെടുവാനും എത്രമാത്രം അവന് സാധിക്കും, അതിനെക്കുറിച്ച് ദൈവത്തിന് അറിവുണ്ട്. ആ അളവിനൊത്തവണ്ണമല്ലാതെ അതിനപ്പുറത്തേക്ക് പരീക്ഷിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. കാരണം ആ മനുഷ്യൻ്റെ കഴിവ് അത്രയേ ഉള്ളൂ. തങ്ങൾക്ക് സഹിക്കാൻ കഴിയാവുന്നതിനേക്കാൾ അപ്പുറം പരീക്ഷ നൽകാത്ത ദൈവമാണ് അവൻ വിശ്വസ്തനാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, വിശ്വസ്തനായ ദൈവം മനുഷ്യൻ്റെ കഴിവ് മനസ്സിലാക്കി, അവൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി, അവൻ്റെ കഴിവിന് ഒത്തവണ്ണമല്ലാതെ അധികമായ ഒരു ഭാരവും പരീക്ഷയും സഹനവും അനുവദിക്കാതിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവനാണ്. ശിഷ്യന്മാർ ഒട്ടുമിക്കവരും അതിന് തയ്യാറുള്ളവരാണ്. യൂദ വരെ അതിന് തയ്യാറുള്ളവരായി. എന്നാൽ പരീക്ഷ വന്നപ്പോൾ അവരാരും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഇവരെ കോതമ്പ് പോലെ പാറ്റി ഇവരിലുള്ള അവിശ്വാസം വെളിപ്പെടുത്തുവാനായിട്ട് ശത്രു വാദിച്ചപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, അവരെ പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കരുത്, അവരുടെ വിശ്വാസം പോയി പോകും. അപ്പോൾ തന്നോടുകൂടെ തൻ്റെ ശിഷ്യരായി വന്നിട്ടുള്ള ഒരു മനുഷ്യരെയും യേശു വിശ്വസിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം സുവിശേഷത്തിൽ പറയുന്നത്, മനുഷ്യനിലുള്ളത് സ്വതവേ എന്തെന്നും യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെയും സാക്ഷ്യം യേശുവിന് ആവശ്യമായിരുന്നില്ല. അവനൊരു മനുഷ്യനെയും വിശ്വസിച്ചിരുന്നുമില്ല. യഥാർത്ഥത്തിൽ ശത്രു അവൻ ഒരു മനുഷ്യനെ കോതമ്പ് പോലെ പാറ്റുന്ന ഒരു പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരും, ഏത് ശ്രേഷ്ഠനായാലും ഏത് ഹീനനായാലും, യേശു ഒഴികെ വേറെ ആരും വിശ്വാസത്തിൽ നിലനിൽക്കുകയില്ല. അത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു, പത്രോസേ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. പരീക്ഷയ്ക്ക് വിടല്ലേ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, എന്ത് വിലയുണ്ട് നമുക്ക്? നാം വിശ്വാസിയെന്നും ശ്രേഷ്ഠന്മാരെന്നും നമുക്ക് നമ്മെ തന്നെ അഭിമാനിക്കത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്.
ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ്, ശുശ്രൂഷകരാണ്, വിശ്വാസികളാണ്, പ്രിയപ്പെട്ടവരാണ്, തിരുമണവാട്ടിയാണ്. ഇതെല്ലാം നമ്മൾ പറയും, അതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് നമുക്ക് അറിയില്ല. യേശുവിനറിയാം. അറിയുന്നവൻ, ഈ ഒറ്റ കാര്യം അറിയുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പാകെ സ്വയം പ്രശംസിക്കുകയോ ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഞാൻ യോഗ്യനെന്നോ ഒരിക്കലും വിചാരിക്കില്ല. ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, കർത്താവേ, ഇതെല്ലാം നിൻ്റെ കൃപ. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള മൂപ്പന്മാർ തങ്ങളുടെ തലയിലിരിക്കുന്ന കിരീടം, ദൈവം അവർക്ക് കിരീടം കൊടുത്തതാണ്. ആ കിരീടമെല്ലാം എടുത്ത് ദൈവത്തിന് മുമ്പാകെ ഇടും. എന്നിട്ട് പറയും, കർത്താവേ, ഞങ്ങൾക്കെന്തിന്? ഇതൊക്കെയും നിൻ്റെ ഇഷ്ടം ഹേതുവായിട്ടും നിൻ്റെ മുൻനിർണയ പ്രകാരമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ ഞങ്ങൾക്കെന്ത് യോഗ്യത? ഞങ്ങൾക്കെന്ത് പ്രശംസ? അതൊരു ഭയങ്കര മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ ഒരാൾ വന്നാൽ അവൻ ഏകദേശം വളർച്ച പ്രാപിച്ചവനെന്നാണ് അർത്ഥം. ഇതൊക്കെയും ഉടയവൻ്റെ ഇഷ്ടം, അതിനപ്പുറം ഒന്നുമില്ല. ഇത് മനുഷ്യൻ്റെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അറിവിൽപ്പെട്ടതായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിയാനും പ്രശംസിക്കാനും സാധിക്കുന്നത്. കാരണം ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു പ്രശംസയുമില്ല. പ്രശംസിക്കുന്നവൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കട്ടെ. ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവുള്ളവൻ യഹൂദനാണ്, ഒരു ഇസ്രായേലിയനാണ്. ഒരു യഹൂദനായ ഇസ്രായേലിയനല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവർ വേറെ ആരുമില്ല. ഒരു യഹൂദൻ്റെ ലക്ഷണവും കൂടിയാണത്. ഏതാണ് ഒരു യഹൂദൻ്റെ ലക്ഷണം? എന്നിൽ വിശ്വാസം വയ്ക്കത്തക്കവണ്ണം, ഉടയവനെ എന്നെ വിശ്വസിക്കത്തക്കവണ്ണം എന്നിലൊന്നുമില്ല. സ്വതവേ എന്നിലുള്ളത് ഉടയവനെതിരാണ്. ഇത് യഹൂദൻ്റെ അറിവാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തുയേശുവാണ്. പ്രശംസിക്കാൻ കഴിവുള്ളവൻ ഒരുത്തനേ ഉള്ളൂ, അവൻ ക്രിസ്തുയേശുവാണ്. അവനാണ് ദൈവത്തെക്കുറിച്ച് അറിവുള്ളവൻ, അവനാണ് ക്രിസ്തുവിനെക്കുറിച്ച് അറിവുള്ളവൻ, അവനാണ് തന്നെക്കുറിച്ച് തന്നെ അറിവുള്ളവൻ. അതുകൊണ്ട് വചനം പറയുന്നത് ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. ദൈവം ആരെന്നും ക്രിസ്തു ആരെന്നും ഒരു മനുഷ്യൻ ആരെന്നും അറിവുള്ളവൻ യഹൂദനാണ്. അവൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലർക്കും തങ്ങളിന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ഈ അവസ്ഥയിൽ പ്രശംസയുണ്ട്, ധൈര്യമുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ യഹൂദൻ്റെ ചിന്തയിൽ അതല്ല. യഹൂദൻ്റെ ചിന്തയിൽ അതല്ല. തന്നോടുകൂടെ തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവൻ അവൻ ശ്രേഷ്ഠൻ. അവൻ വസിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു നന്മയും എനിക്കില്ല. വിശ്വസ്തനും നീതിമാനുമായവൻ, കരുണയുള്ളവൻ, കുറ്റമില്ലാത്തവൻ, നല്ലവനായ ഒരുവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ഒരു യോഗ്യതയല്ല, അതായത് അവൻ്റെ കൃപയാൽ മറ്റൊരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വയപ്രശംസയോ ക്രിസ്തുയേശുവിനോ അല്ലാതെ ഏതിനെങ്കിലും പ്രശംസിക്കുന്നതോ അവനിൽ നിന്ന് സംഭവിക്കാത്ത വണ്ണം അവൻ തന്നെത്താൻ സൂക്ഷിക്കും. ഇത് ദൈവത്തിൻ്റെ മുൻപാകെ ദൈവം പരിശോധിക്കുന്ന വിധമാണ്. അങ്ങനെയുള്ളവനെ കണ്ടാലറിയാം
അവന് ഈ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിയും, ഞാൻ ഇന്നത് ഇതൊന്നും ഉണ്ടാവില്ല. മോശ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ വിടുവിക്കാൻ എനിക്ക് കഴിയും. സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം പ്രശസ്തിയിലും അറിവിലും യൗവനത്തിലും എല്ലാം വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 40 വയസ്സാണ് ആ സമയം. അതിനു വേണ്ടി തന്നെ മോശ ഒരു പ്രവൃത്തി ചെയ്തു. ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു, മറവ് ചെയ്തു. ഇതെങ്കിലും കണ്ടാൽ ഇസ്രായേൽ ജനം കൊള്ളാം, ഇവൻ യോഗ്യനാണ്, നമ്മളെ വിടുവിപ്പാൻ ഇവന് കഴിയും എന്ന് അവർ വിശ്വസിക്കുമെന്ന് മോശ വിചാരിച്ചു. ജനം വിചാരിച്ചില്ലെങ്കിലും ദൈവം വിചാരിച്ചിട്ടില്ല. കാരണം ഇന്നും മോശയുടെ ഉള്ളിൽ കർത്താവ് വലിയവൻ തന്നെയാണെങ്കിലും മോശമൊന്നുമല്ല. വീണ്ടും 40 വർഷം കർത്താവ് ട്രെയിനിങ് ഒക്കെ കഴിച്ചതിന് ശേഷം മടക്കി വരുത്തി ഹോരേബിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ഒഴിഞ്ഞു മാറുകയാണ്. ദൈവം സമ്മതിച്ചില്ല. ദൈവം അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈകൾ ചെല്ലുമാറാക്കി. തൻ്റെ പരിശുദ്ധാത്മാവിനെ മോശയുടെ ഉള്ളിൽ കൊടുത്തു. തൻ്റെ വചനത്തെ മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മോശ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ മോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്, സൗമ്യനാണ്. എന്താണ് സമ്മതിക്കുള്ള പ്രത്യേകത? 40 വർഷം മുൻപ് ഇല്ലാതിരുന്ന ഒരു സൗമ്യത ഇപ്പോൾ തനിക്കുണ്ട്. എന്താ സൗമ്യത? തൻ്റെ ഉള്ളിൽ താൻ ആരുമല്ല, തൻ്റെ ഹീനതയല്ലാതെ ഒന്നും ദൈവസന്നിധിയിൽ പ്രശംസിക്കാനില്ല. 80 വയസ്സായി 1, വിക്കനാണ് 2, കഴിവുകളൊന്നുമില്ല 3. ദൈവം ബോധിച്ച ആരെങ്കിലും വിളിച്ച് അവനെ ശുശ്രൂഷ ഏൽപ്പിക്കണം, എനിക്കിതിന് കഴിവില്ല. ദൈവത്തിന് കഴിവുണ്ട്, തനിക്ക് കഴിവില്ല. അതുകൊണ്ട് കഴിവുള്ള ഒരാളെ വിളിച്ചു. ദൈവം ഇതിനു വേണ്ടിയാണ് നോക്കിയിരുന്നത്. മോശയുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം മാത്രം വലിയവനാണ്. ഈ പ്രപഞ്ചത്തിൽ വലിയവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളത് ദൈവമാണ്. അവനോടൊപ്പം നിന്ന് ഈ ജനത്തെ വീണ്ടെടുക്കാനുള്ള കൽപ്പൊന്നും മോശയ്ക്കില്ല, സാധിക്കുകയില്ല. ദൈവം അവനെക്കൊണ്ട് തന്നെ ആ ശുശ്രൂഷ ചെയ്യിച്ചു. കാരണം ഇപ്പോൾ അവൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജത്താൽ നയിക്കപ്പെട്ട് ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ മതിയായവനാണ്, യോഗ്യനാണ്. അത് ദൈവം കാണും. ദൈവം അത് നിവർത്തിച്ചു. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇതൊക്കെയും. ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലാതെ മറ്റൊന്നും പ്രശംസിക്കാനില്ല. ഇവനാണ് സാക്ഷാൽ ഇസ്രായേലിൽ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു. സാക്ഷാൽ ഇസ്രായേലിൽ ജഡത്താലുള്ള പരിച്ഛേദനയല്ല, പിന്നെയോ ആത്മാവിലുള്ള പരിച്ഛേദനയത്രേ സാക്ഷാൽ പരിച്ഛേദന. അവനാണ് സാക്ഷാൽ യഹൂദൻ. അതുകൊണ്ട് ഒരുവനെ യഹൂദനാക്കി തീർക്കണമെങ്കിൽ അവൻ ജഡത്തിലുള്ള ആരാധന നിർത്തണം, ആത്മാവിൽ മാത്രം ആരാധിക്കണം, ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ആരാധിക്കണം.
ഒരിക്കലും സ്വയം പ്രശംസിക്കരുത്, മനുഷ്യരിൽ പ്രശംസിക്കരുത്, ക്രിസ്തുവേശിൽ മാത്രം പ്രശംസിക്കണം. ജഡത്തിൽ ആശ്രയിക്കരുത്. ഒരടിക്ക് ഒരു മിസ്രൈമിനെ കൊന്ന് മറവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് സാധിക്കുന്ന കാര്യമാണ്. ഇന്നത് സാധിക്കില്ല 40 വർഷം കഴിഞ്ഞപ്പോൾ. കാരണം 80-ാമത്തെ വയസ്സിൽ 40 വർഷം ആടുകളെ മേയിച്ചതിന് ശേഷം കർത്താവ് സന്ദർശിക്കുന്ന സമയത്ത് അവൻ സാക്ഷാൽ ഇസ്രായേലിയനാണ്, യഹൂദനാണ്. അവന് ക്രിസ്തുവിലെ ദൈവത്തിലല്ലാതെ പ്രശംസിക്കാനൊന്നുമില്ല. തനിക്ക് ജഡത്തിൽ ആശ്രയിക്കാനില്ല, ജഡത്തിൻ്റെതായ എല്ലാ പവറും പോയി. ആരാധിക്കാൻ വേറെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് മാത്രമേ ആരാധിക്കാൻ കഴിയൂ. ദൈവം അത് ചെയ്തു. തൻ്റെ ആത്മാവിനെയും കൊടുത്തു, തൻ്റെ മഹത്വമുള്ള ഭുജവും കൊടുത്തു, തൻ്റെ വചനവും കൊടുത്തു. സാക്ഷാൽ ഇസ്രായേലിനായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം മോശയ്ക്ക് കൃപ നൽകി. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ദൈവം ചെയ്യുന്ന വിശ്വസ്തതയുടെ പ്രവൃത്തി കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 119-ാം സങ്കീർത്തനം 75-ാമത്തെ വാക്യം. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യരുടെ താഴ്ചയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തുന്നവരുണ്ട്, ദൈവം താഴ്ത്തുന്നവരുണ്ട്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. എന്നാൽ ദൈവം താഴ്ത്തുന്നവർ, അത് ഏറ്റവും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. എന്താണ് താഴ്ത്തുക എന്ന് പറയുന്നത്? എന്തിനാണ് താഴ്ത്തുന്നത്? താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉയർത്തി. യോശുവയെ സകല ജനവും കാണുക, ഇസ്രായേലിൽ ദൈവം ഉയർത്തി. എല്ലാവരും അവനെ ബഹുമാനിച്ചു, എല്ലാവരും അവനെ അനുസരിച്ചു, എല്ലാവരും അവനെ അറിഞ്ഞു. ദാവീദിനെ ദൈവം ഉയർത്തി. അതിൻ്റെ അർത്ഥം എല്ലാവരും ദാവീദിനെ ശ്രദ്ധിച്ചു, അനുസരിച്ചു, ദാവീദിനെ ബഹുമാനിച്ചു. ഇതാണ് ഉയർച്ചയുടെ. എന്നാൽ താഴ്ചയുടെ ഓർക്കണം. എല്ലാവരാലും നിന്ദിതനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരാലും ഉപദ്രവിക്കപ്പെട്ടു. സകല വിധത്തിലും തൻ്റെ ദൃഷ്ടിയിലും ഈ ലോകത്തിലും ഒന്നുമല്ലാതായി. ഇത് ദൈവം വയ്ക്കുന്ന ഒരു വഴിയാണ്. വിശ്വാസത്തിൽ വരുന്ന എല്ലാവർക്കും, കർത്താവ് വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു സന്ദർഭമാണത്. ഈ സന്ദർഭം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുൻപിലും തലകുനിക്കാത്തവൻ, ഒരു മനുഷ്യരും സംസാരിക്കാൻ അനുവദിക്കാത്തവൻ, എന്തു സംസാരിച്ചാലും അവനായിരിക്കണം കേമൻ. ഒരു മനുഷ്യനോടും കടപ്പെടാത്തവൻ. ഇങ്ങനെ ഈ ലോകത്തിൽ തനിക്ക് താൻ പോന്നവനായി ജീവിച്ചിരുന്ന ഒരു കാലം ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ദൈവം അങ്ങനെ അങ്ങ് മുമ്പോട്ട് വിടില്ല. എന്തെന്നാൽ അവനെ താഴ്ത്താതെ അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. പഠിപ്പിച്ചു കഴിഞ്ഞ്
പാസ്സായി കഴിഞ്ഞാൽ എത്രമാത്രം താഴ്ത്തിയോ അത്രമാത്രം അവൻ ഉയർത്തുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് കർത്താവ് ചെയ്യുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ഇവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് പുറത്തു വരണം. ഇവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ആവർത്തന പുസ്തകം പറയുന്നത്. അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനായി ഈ 40 സംവത്സരം നടത്തിയത് നീ ഓർത്തുകൊള്ളണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കണമെന്ന് എങ്ങനെ അറിയും? ഒരാൾ ഈ ലോകത്തിൽ നടന്ന മനുഷ്യൻ ഒരു ദിവസം വേദപുസ്തകമൊക്കെ ആയിട്ട് ആരാധനയ്ക്കായിട്ടും പാട്ട്, പ്രാർത്ഥന, സുവിശേഷ പ്രസംഗം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ജീവിയായിട്ട് അങ്ങ് മാറി. യഥാർത്ഥത്തിൽ ഇവൻ്റെ ഉദ്ദേശം എന്താ? ഏത് മനുഷ്യനും ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് അതിന് പിന്നിൽ അവൻ്റെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്. ഇവൻ്റെ ഉദ്ദേശം എന്താ? അത് ദൈവം അന്വേഷിച്ചറിയുന്നൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും ഉദ്ദേശം ദൈവത്തിന് അറിയണം. എന്തിനാ നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്, 17-ാം സങ്കീർത്തനം പറയുന്നത്, നീ എന്നെ രാത്രിയിൽ സന്ദർശിച്ചു, എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. സങ്കീർത്തനക്കാരനെ പരിശോധിച്ചു വന്നു. ദൈവത്തിന് അറിയേണ്ടത് ഇതാണ്, ദുരുദ്ദേശമുണ്ടോ? ഇവൻ വന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണോ? കർത്താവിൻ്റെ അടുക്കൽ എത്താൻ വേണ്ടിയിട്ട് തന്നെയാണോ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ തന്നെയാണോ വന്നത്? പ്രാണൻ്റെ രക്ഷയ്ക്കാണോ വന്നത്? അതോ ഇവൻ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാനെന്നുള്ളത് നിലനിർത്താനാണോ വന്നത്? അറിയണം കർത്താവിന്. കർത്താവ് പരീക്ഷിക്കൊന്നും വേണ്ട, അല്ലാതെ കർത്താവിനറിയാം. പക്ഷേ ഇത് വെളിപ്പെടുത്താതെ അവനെ നേരെയാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് വെളിപ്പെടുത്തിയെടുക്കാതെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ലോകർ വിചാരിക്കും, കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കലാണ് കുറ്റാരോപിക്കും. അത് സാധിക്കില്ല. വചനം പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്നതറിയാനായി ദൈവം താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ തന്നെ ഇന്ന് അവന് വിശപ്പാണ്. അവൻ നിന്നെ വിശപ്പിച്ചു. വിശപ്പ്, ഭയങ്കര വിശപ്പ്. മിസ്രൈമിലായിരുന്ന സമയത്ത് മീനുണ്ടായിരുന്നു, ഇറച്ചിയുണ്ടായിരുന്നു, അതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ വന്നപ്പോൾ അവന് നല്ല വിശപ്പ്. മിസ്രൈമിലുള്ള ഭക്ഷണമൊന്നുമില്ല. ആ ഭക്ഷണമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, ദാ നിങ്ങൾക്ക് അപ്പം ഞാൻ പെയ്യിച്ചു തരും, ഒഴിച്ചു തരും. നിങ്ങളത് ഓരോ ആവശ്യമുള്ളത് പെറുക്കിയെടുത്തോളണം. ഉരലിലിട്ട് പൊടിച്ചോ വെള്ളത്തിൽ പുഴുങ്ങിയോ ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണത്. അതാണ് മന്ന. രുചിക്ക് കുറവൊന്നുമില്ല. തേൻ ചേർത്ത യവദോശയ്ക്ക് തുല്യമാണ്. ഏകദേശം ആ രുചിയോടെ തന്നെ ഇരിക്കും. രുചിക്ക് കുറവൊന്നുമില്ല. ആദ്യത്തെ ഒരു ദിവസം വലിയ കുഴപ്പമുണ്ടായില്ല. നല്ല വിശപ്പായിരുന്നേ. നല്ല വിശപ്പ്, അതങ്ങ് കഴിച്ചു. 2-ാം ദിവസം കഴിച്ചു. 3-ാം ദിവസം കഴിച്ചോ? കഴിച്ചു. ദിവസങ്ങളൊക്കെ പോകും തോറും തന്നിഷ്ടപ്രകാരം ജീവിച്ചിരുന്ന ഭക്ഷണമൊന്നും ഇല്ല.
ഒടുവിൽ ഒടുവിൽ തിരിഞ്ഞു. ഈ സാരമില്ലാത്ത മന്നയെ കുറ്റം പറഞ്ഞു. പക്ഷെ അതല്ലാതെ വേറെ കിട്ടാനില്ല. വീണ്ടും കുറേ അങ്ങോട്ട് പോയി. വീണ്ടും കുറേ ചെന്നതിന് ശേഷം ഈ ഭക്ഷണം ഞങ്ങൾക്ക് വെറുപ്പ് അറപ്പാകുന്നു. ഞങ്ങൾ മിസ്രൈമിൽ ജീവിച്ചിരുന്നപ്പോൾ കഴിച്ചിരുന്ന വെള്ളരിക്ക, ഉള്ളി, അതുപോലെ മത്സ്യം, മാംസം എന്നു വേണ്ട ഞങ്ങൾ ഭക്ഷിച്ചിരുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളും ആ കാലം ഓർത്ത് അവർ കരഞ്ഞു. അവർ പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കും. ഇറച്ചി മേടിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച് പാകം ചെയ്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുക്കൽ പോയി ഇരിക്കും എല്ലാവരും. വിളമ്പുന്നത് കുടുംബത്തിലെ അമ്മയായാലും അപ്പനായാലും ഉത്തരവാദിത്തപ്പെട്ടവരാരായിരുന്നാലും അവരുടെ ചുറ്റും ഇരിക്കും, കലത്തിൻ്റെ ചുറ്റും ഇരിക്കും. എന്നിട്ട് അവർ ഓരോരുത്തർക്കും ഈ മാംസം വിളമ്പി കൊടുക്കും. അവരെല്ലാവരും കഴിക്കും, തിന്ന് തൃപ്തരായി ശേഷിപ്പിക്കും. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്ന ആ കാര്യം, ഈ കാര്യങ്ങളെല്ലാവരും ഓർത്തു. ഇന്ന് ഞങ്ങൾ എന്ത് കഴിക്കുന്നു? ഈ സാരമില്ലാത്ത മന്ന, അറപ്പായ ഭക്ഷണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശക്തിമാന്മാരുടെ അപ്പമാണ്, ദൂതന്മാരുടെ ഭക്ഷണമാണ്, സ്വർഗീയ ഭോജനമാണ്. അതൊന്നും അവർക്ക് ബാധകമല്ല. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പുറത്തു വന്നു. കാരണം അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നുവല്ലോ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. സംഭവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്രൈമിൽ ഒരു ദൈവമുണ്ട്. മിസ്രൈമിനെ ഭരിക്കുന്ന, മിസ്രൈമിലെ ജനത്തിന് ദൈവമായിരിക്കുന്ന ഒരാളുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവമായിരിക്കുന്ന ഒരാളുണ്ട്. മിസ്രൈമിലെ ജനത്തിൻ്റെ ദൈവമാണ്, അതിൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന കാഴ്ച രൂപമാണ് കാള. ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ ഈ ജനത്തെ കാളയുടെ രൂപത്തിൽ ആരാധിപ്പിച്ചു. അതിൻ്റെ കാരണക്കാരാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അതാ കർത്താവിൻ്റെ വചനം ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, ആവർത്തനം 4:19 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ ആരാധിപ്പാൻ, നമസ്കരിപ്പാൻ വശീകരിക്കപ്പെടരുത്. ഇത് വശീകരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കൂട്ടരാണ്. ആരൊക്കെ? ഈ പറയുന്ന ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച്, അവൻ്റെ നിയന്ത്രണത്തിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാൽ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ദൈവത്തിൻ്റെ ആരാധനയെ കവർന്നു കളയുന്ന ശത്രുക്കൾ, ദൈവത്തിന് വിരോധികൾ തന്നെയാണ്, ദുഷ്ടാത്മസേന തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച്, ഈ ലോകത്തിൻ്റെ ദൈവം, ആകാശ സൈന്യമായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അവരുടെ ആരാധനാ രൂപമായ കാള, ഇത് മിസ്രൈമ്യരുടെ ആരാധന വസ്തുവാണ്. മിസ്രൈമ്യരുടെ ഹൃദയത്തിൽ ഇത്രയും പേരുണ്ട്. അവരുടെ ഹൃദയത്തിൽ അവരുടെ ദൈവത്തിൻ്റെ രൂപം എന്താ? കാള. അവരെ ഹൃദയം വശീകരിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലേക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതാരാ?
ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ. ഇവിടെ നിന്നാണ് ദൈവം, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം തൻ്റെ ജനത്തെ വലിച്ചുകൊണ്ട് പോകുന്നത്. തൻ്റെ ജനത്തിന് പോകുന്നത് കനാൻ ദേശത്തേക്ക്. ഇസ്രായേലിൻ്റെ ദൈവം യഹോവയായ ദൈവം. യഹോവയായ ദൈവം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഭൂമിയെ വിളിക്കുന്നു, തൻ്റെ ജനത്തെ ആകർഷിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ വചനം അയച്ച് പ്രവൃത്തികൾ ചെയ്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും എല്ലാം അവരുടെ ഹൃദയത്തെ കനാൻ ദേശത്തേക്ക് ആകർഷിച്ച് നടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മിസ്രൈമിലുള്ള താമസത്തിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഹൃദയത്തിലും, ഇതിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ ഹൃദയത്തിലും ഇത് കയറിയിട്ടുണ്ട്. കാള കയറിയിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ദൈവം അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സ്വാധീനമാണ്. ദൈവത്തിൻ്റെ ജനത്തിന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനത്തിന് രണ്ട് സ്വാധീനമാണ്. ഒന്ന്, ദൈവം തൻ്റെ വചനത്താൽ കനാൻ ദേശത്തേക്കുള്ള പ്രത്യാശയാൽ അവരുടെ ഹൃദയത്തെ അവരെ കൊണ്ടുപോകുന്നു. എന്നാൽ മിസ്രൈമ്യരുടെ ദൈവം കാളയുടെ രൂപത്തിൽ അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ച് മിസ്രൈമിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് വടംവലിയുടെ, ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളുടെ മധ്യത്തിലാണ് മനുഷ്യൻ്റെ ഹൃദയം, ഇസ്രായേലിൻ്റെ ഹൃദയം. അത് വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെന്ന് പറയുന്നത്, നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. തള്ളിപ്പറയാം, ബാക്കി നമുക്ക് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അവൻ തള്ളിക്കളയും. രണ്ടാമത്തത്, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ അവർ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നല്ലോ. വിട്ടുപോകുന്നതിനെ ഓർത്തു കഴിഞ്ഞാൽ അവർ മടങ്ങിപ്പോകും. മൂന്നാമത്തത്, അവർ ദൈവത്തിന് കീഴ്പ്പെടണം. ദൈവത്തിന് കീഴ്പ്പെട്ട് വിട്ടുപോകുന്നതിനെ ഒരിക്കലും ശ്രേഷ്ഠമായിട്ട് ഓർക്കാതെ വിശ്വാസം തള്ളിപ്പറയാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ശത്രു തൊടാൻ പറ്റില്ല. ഈ മൂന്ന് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇതാണ് ശത്രുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ എന്നാൽ ശത്രു പിടിച്ചെടുത്ത് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഇവൻ വിശ്വാസം തള്ളിപ്പറയിച്ചു. അവർ തള്ളിപ്പറഞ്ഞു. അതിന് വചനം പറയുന്നത്, അവർ മനോഹര ദേശത്തെ നിരസിച്ചു. എവിടെ പോവുക? എന്തിനാ? മനോഹര ദേശത്തെ നിരസിച്ചു. വിട്ടുപോകുന്നതിനെ ഓർത്തു. ദൈവത്തിന് കീഴടങ്ങിയില്ല. ഈ മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പുറപ്പെട്ടു വന്നതോടുകൂടി ശത്രു ജയിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം, ആരൊക്കെ ജയിച്ചു? കാള ജയിച്ചു. ഈ ലോകത്തിൻ്റെ ദൈവം ജയിച്ചു. സാത്താൻ ജയിച്ചു. ദൈവം അവരുടെ ഹൃദയത്തിൽ തോറ്റു. എന്തെന്നാൽ അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അവർ വിശ്വാസം തള്ളിപ്പറഞ്ഞു.
വിട്ടുപോകുന്നതിനെ ശ്രേഷ്ഠമായിട്ട് അവരുടെ വാഗുകൊണ്ട് തന്നെ ഉച്ചരിച്ചു. ദൈവത്തിന് കീഴടങ്ങിയില്ല. അവിടെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഹൃദയം കൊണ്ട് അവർ മിസ്രൈമിലേക്ക് തിരിഞ്ഞെന്നർത്ഥം. മിസ്രൈമിൽ നിന്ന് അവരുടെ ഹൃദയത്തെ വലിക്കുന്നുണ്ട്. കാളയും ആകാശ സൈന്യവും സാത്താനും കൂടി അവരുടെ ഹൃദയത്തെ വലിക്കുന്നുണ്ട്. അതിലവർ കീഴടങ്ങി. ആ കീഴടങ്ങിയതിൻ്റെ അടയാളമാണ് ഈ 3 കാര്യങ്ങൾ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഓർത്തോളണം. നമ്മുടെ പിതാക്കന്മാർ, അതായത് ഇസ്രായേൽ അന്നുണ്ടായിരുന്ന ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരുടെ കാര്യം പറയാം. അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ. ആർക്ക്? ദൈവത്തിന് കീഴ്പ്പെടില്ല മനസ്സില്ലാതെ. അവനെ തള്ളിക്കളഞ്ഞു, അവനെ തള്ളിപ്പറഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇന്ന് വിശ്വാസത്തിൽ വരുന്നവർക്ക് നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങി വിട്ടുപോകുന്നതിനെ ശ്രേഷ്ഠമായിട്ട് ഓർക്കാതെ അധരം കൊണ്ട് തള്ളിപ്പറയാതെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ ഈ യാത്ര സ്വർഗീയ സിയോനിൽ തന്നെ അവസാനിക്കും. എന്നാൽ ഈ ജീവിതത്തിൽ തന്നെ ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് ശത്രുവിൻ്റെ നിർബന്ധമാണ്. വിട്ടുപോകുന്നതിനെ ഓർക്കണം, തള്ളിപ്പറയണം, ദൈവത്തിന് കീഴടങ്ങരുത്. അതിനു വേണ്ടിയിട്ടുള്ള സ്വാധീനമാണ് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് കാളക്കുട്ടിയെ ആരുണ്ടാക്കി? കാളക്കുട്ടി എന്നുള്ള വിഗ്രഹം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്തു പറയും? മോശ വന്ന് നോക്കുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കുന്നു. ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി കാളക്കുട്ടി? അഹരോൻ ഉണ്ടാക്കിയതാണ്. അഹരോനോട് ചോദിച്ചു, അഹരോനെ, ഇത്രയും വലിയ പാപം ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കാൻ അവർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തത്? അഹരോൻ ഭയപ്പെട്ടു പോയി. അഹരോൻ സാധു ജീവിയാണ്. അഹരോൻ പറഞ്ഞു, യജമാനൻ കോപിക്കല്ലേ, ഈ ജനം ദോഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നല്ലോ. ഇതുങ്ങളെല്ലാം കൂടി എൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. കുറേ നാളായി കണ്ടിട്ടിവിടെ. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും ഞങ്ങൾ ഇവിടെ ആളെ കാണാറേ ഇല്ല. പർവ്വതത്തിലേക്ക് പോയിട്ട് അവൻ എന്ത് സംഭവിച്ചെന്ന് വരെ ഒരു വാക്ക് ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പായി പോകാനായിട്ട് ഒരു ഇതുണ്ടാക്കി തന്നെ, ദൈവങ്ങളെ ഉണ്ടാക്കി തന്നെ. കാളക്കുട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു വിഗ്രഹം വേറെ ഒന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അഹരോൻ പേടിച്ച് വിറച്ചുപോയി. കാരണം 1-2 ജനമല്ല, 10 പേരോട് 10 പേര് ഒന്നിച്ച് സംസാരിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒന്നും പറയാൻ സാധിക്കില്ല, വരണ്ടു പോകും. ആ സ്ഥാനത്ത് ഒരു 20 ലക്ഷം പേര് കൂടി എന്ന് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൊന്നുകളയും. ഇപ്പോൾ നിമിഷത്തിനകം ഇവിടെ അഹരോൻ്റെ ജീവൻ അപകടത്തിലാണ്. അവൻ പറഞ്ഞു, യജമാനൻ പറയുന്നത് കേൾക്കണം. ഇവർ ഈ വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങളിലുള്ള ആഭരണങ്ങളെല്ലാം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അവർ എല്ലാവരും കൂടെ കൂട്ടി എൻ്റെ കയ്യിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ തന്നു. ഞാനത് കൊണ്ടുപോയി തീയിലേക്കിട്ടു. അഹരോൻ പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ ജനം, അഹരോൻ പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ ആൺമക്കളുടെ, നിങ്ങളുടെ പെൺകുട്ടികളുടെ കാതിലെ കുണുക്കുകളെല്ലാം കൂടെ പറിച്ചിങ്ങോട്ട് കൊണ്ടുപോകാം.
എന്ന് പറഞ്ഞ ആ കുണുക്കാണ് ആഭരണമായിട്ട് സ്വർണമായിട്ട് എല്ലാം കൂടെ പറിച്ചെടുത്ത് കൊണ്ടുവന്നത്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അഹരോനും ശരിക്കും അറിയില്ല. തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ സ്വർണം മുഴുവനും കൂടെ കൂട്ടിയതിന് ശേഷം തീയിലേക്കിട്ടു. തീയിലേക്കിട്ട് അഹരോൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കഷ്ണം, ഒരു എല്ലാം കൂടി ഉരുകിയ ഒരു സാധനം പുറത്തേക്ക് വന്നു. നോക്കിയപ്പോൾ അതിന് കാളക്കുട്ടിയുടെ രൂപം. അഹരോനും അതിശയിച്ചു പോയി. യഥാർത്ഥത്തിൽ അഹരോൻ കാളക്കുട്ടി ഉണ്ടാക്കിയെന്ന് നമ്മൾ പ്രസംഗിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂലരൂപം ഉണ്ടാക്കിയത് അഹരോനല്ല. അഹരോൻ ഈ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഈ വസ്തുവിന്, ഈ രൂപത്തിന് ഒരു ഷേപ്പ് ഉണ്ടാക്കി. അഹരോൻ അതൊന്ന് ചീകി ഭാഷ വരുത്തി മിനുക്കി എന്നേ ഉള്ളൂ. അടിസ്ഥാന രൂപം അത് തന്നെ ഉണ്ടായതാണ്. തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ പാളയം ജയിച്ചു. അവരുടെ ഹൃദയത്തിൽ കാളവിഗ്രഹമായി ജയിച്ചു. ദൈവം അവിടെ പരാജയപ്പെട്ടു. തിരിച്ചു പോവുക. മിസ്രൈമിലേക്ക് തിരിച്ച് പോകുന്ന അവസ്ഥ വന്നു. ശരീരം കൊണ്ട് ഏതായാലും ദൈവം വിടുന്നില്ല. ശരീരം കൊണ്ട് ഏതായാലും ദൈവം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ഈ കാളക്കുട്ടിയെ അഹരോൻ ഭാഷ വരുത്തി അവരെ കൊടുത്തു. അതിൻ്റെ മുമ്പിലാണ് ഈ കിടന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നത്. അതിൻ്റെ മുൻപിലാണ് ഈ കിടന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ വാക്യം നമ്മൾ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7:39 നമ്മൾ വായിച്ചത്, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് നമ്മുടെ ഓർമ്മയിലിരിക്കണം. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. തള്ളിപ്പറയരുത്, വിട്ടുപോകുന്നതിനെ ഓർക്കരുത്, ദൈവത്തിന് കീഴ്പ്പെടണം. ഈ 3 കാരണങ്ങളാൽ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക്, ലോകത്തിലേക്ക് തിരിയും. ദൈവം അവരെ കൈവിട്ട് കളയും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഭവിച്ചത് നമുക്ക് ഭവിക്കാതിരിക്കാൻ ഇന്ന് ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുമ്പോൾ തള്ളിപ്പറയാതെ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സിയോൻ നഗരത്തിൽ കനാൻ ദേശത്തെത്തുവാൻ വാഗ്ദത്തം തന്നിട്ടുള്ള ദൈവം വചനം പറയുന്നത് വിശ്വസ്തനാണ്. അവനവിടെ എത്തി. അവിടെ ആ വാക്യം കൂടെ വായിക്കാം. ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുൻപായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടി ഉണ്ടാക്കിയതാരാ? അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ഇവരുടെ ഹൃദയത്തിൽ ഇരുന്ന വിഗ്രഹമാണ് ഈ കാളക്കുട്ടി ഉണ്ടാക്കിയത്. അന്നേരം അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ഈ സമയം ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ട് കളഞ്ഞു. ഈ സ്വാധീനത്തിൽ 2 പേര് തമ്മിലുള്ള വടംവലിയിൽ, സ്വാധീനശക്തിയിൽ ശത്രു ജയിച്ചു. ദൈവം തോറ്റു. ദൈവം തോറ്റതിൻ്റെ കാരണം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തിരുന്ന മിസ്രൈമിലും വിട്ട് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ ദൈവത്തിന് കീഴടങ്ങിയില്ല. വിട്ടുപോകുന്നതിനെ ഓർത്തു ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഇതിനാൽ അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞ് അവർ പിന്നോക്കം യാത്ര ആരംഭിച്ചു.
കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിന്ന് പഠിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഏത് സമയത്ത് അവൻ എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. വിശ്വസ്തയോടെ താഴ്ത്തിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? വിശ്വസ്തയോടെ താഴ്ത്തിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? മിസ്രൈമിലെ ഭക്ഷണം കിട്ടുന്നില്ല. എന്ത് ദോഷം? 100 വർഷം ജീവിക്കാൻ ഈ മന്നായും വെള്ളവും കൊണ്ട് മാത്രം 100 വർഷം ജീവിച്ചിരിക്കാൻ ഒരു പ്രയാസമില്ല. ആരെങ്കിലും മന്ന തിന്ന് ക്ഷീണിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മന്ന തിന്ന് ക്ഷയിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ടോ? ക്ഷയിക്കില്ല. അങ്ങനെയുള്ള ഭക്ഷണമല്ല അത്. പിന്നെയോ, സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വണ്ണം ദൈവം നിയന്ത്രണം വെച്ച് താഴ്ത്തിയതാ. ഇവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി പരീക്ഷിച്ചതാണ്, ശോധന ചെയ്തതാണ് പുറത്തു വരാൻ. ദൈവത്തിന് കീഴടങ്ങി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം അവൻ്റെ ബലമുള്ള കരത്തിന് കീഴെ താണിരിപ്പീനെന്ന് വചനത്തിലുള്ളതുപോലെ ഈ സമയത്ത് ഒന്ന് താണിരുന്നാൽ ഇന്ന് ഈ മന്ന കൊണ്ടും കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടും തൃപ്തിപ്പെട്ട് വിട്ടുപോകുന്നതിനെ ഓർക്കാതെ പ്രത്യാശ നാടിനെ ഓർത്ത് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ തള്ളിപ്പറയാതെ വണ്ണം ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചുവെങ്കിലും എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു കർത്താൻ അതിനകത്തുള്ളതുപോലെ കഷ്ടവും സങ്കടവും എല്ലാം വരും. എന്നാൽ നിലവിളിയും ഉണ്ടാകും, ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ നാവിൽ നിന്ന് അവനെ തള്ളിപ്പറയുന്ന, അവനെ ദുഷിക്കുന്ന, അവന് ഭോഷത്താരോപിക്കുന്ന ഒരു വാക്ക് പറയാതെ വണ്ണം സൂക്ഷിക്കുന്നുവെങ്കിൽ അവിടെ തൻ്റെ ജനത്തെ എത്തിപ്പാൻ കഴിവുള്ളവനും പ്രാപ്തനും വിശ്വസ്തനുമാണ് സൈന്യങ്ങളുടെ ദൈവം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത്, അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചിലപ്പോൾ അതിനെ കൊണ്ടും ജീവിക്കുന്നു എന്നറിയണം. പിൽക്കാലത്ത് നന്മ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് അവൻ നടത്തുന്ന വഴികൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകണം. ഇത്രയും ചെയ്താൽ താഴ്ത്തിയ ദൈവം താഴ്ച വന്ന അവസ്ഥയിൽ പ്രവർത്തിച്ച് ഉയർച്ച തരുവാൻ മനസ്സുള്ളവനാണെന്ന് മനസ്സിലാകത്തക്കവണ്ണം അവൻ പ്രവർത്തിക്കും. അവൻ വിശ്വസ്തനാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുമ്പോൾ അവൻ വിശ്വസ്തയോടെ താഴ്ത്തുന്നവനാണ്. ആ സമയത്ത് എന്തിന് ജീവിക്കുന്നു? എന്നും ഈ സാരമില്ലാത്ത മന്ന തന്നെ. എവിടെ പോകുന്നു? അഗ്നിസ്തംഭവും മേഘസ്തംഭവും പോകുമ്പോൾ യഹൂദ പാളയം റെഡി, അതിൻ്റെ പിന്നാലെ പോകും. തൊട്ടു പിന്നാലെ അടുത്ത പാളയം, അങ്ങനെ പാളയങ്ങളും ഇതെല്ലാമായിട്ട് പോവുക. അവിടെയല്ല വിഷയം.
ഈ പോയ സ്ഥലത്തു കൂടി തന്നെ വീണ്ടും പോകുന്ന അവസ്ഥയുണ്ടായി. അതായത് ഹോരേബ് പർവ്വതം, സീനായി പർവ്വതം, അത് കഴിഞ്ഞ് തബേര, അത് കഴിഞ്ഞ് ഹോർമ. ഹോർമയിൽ എത്തി കാദേശ് ബർന്നയിൽ എത്തുന്നതിന് ആ സമയത്ത് വന്നപ്പോഴേക്കും അത് ആ റൂട്ട് വരയ്ക്കുന്ന ആ റൂട്ട് മാപ്പ് കണ്ടാൽ അറിയാം. മരുപ്രയാണം എന്നുള്ള ആ റൂട്ട് കണ്ടാൽ അറിയാം. ഒരു പ്രാവശ്യം ഈ ജനത്തെ മുഴുവൻ ഒന്നോ രണ്ടോ ആളില്ല, ഇവരുടെ സകല സമ്പത്തും ഉണ്ടെന്ന് ഓർക്കണം. സകല കുഞ്ഞുകുട്ടികളുമുണ്ട്. ഇടയ്ക്ക് വെള്ളം കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. ഇതിനെ എല്ലാവരെയും കൊണ്ട് ഒരു റൗണ്ട് ചുറ്റി തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? മിസ്രൈമിൽ നിന്ന്. എങ്ങോട്ടാണ് പോകുന്നത്? കനാൻ ദേശത്തേക്ക്. ഇന്നലെ നമ്മൾ എവിടെയായിരുന്നു? ഹോർമയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോയത്? അത് കഴിഞ്ഞ് നമ്മൾ എസ്കോൾ താഴ്വരയുടെ ഇപ്പുറത്തെ വശത്തോടുകൂടി വീണ്ടും കറങ്ങി ഇന്ന് എവിടെയാണ് വന്നേക്കണേ? ഹോർമയിൽ. ഹോർമയ്ക്കടുത്താ. ശരി, അത് മനസ്സിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കറക്കി അവിടെ തന്നെ കർത്താവ് കൊണ്ടുവന്നു. അതിൻ്റെ പരിസരത്ത് തന്നെ കൊണ്ടുവന്നു. മൂന്നാമത്തെ പ്രാവശ്യമായി. എല്ലാവരും തമ്മിൽ പറഞ്ഞ് നല്ല പരിചയമുള്ള സ്ഥലം പോലെ ഇരിക്കുന്നു. നല്ല പരിചയമുള്ള സ്ഥലം പോലെ ഇരിക്കുന്നത്. ഇത് ഏതാ ഈ സ്ഥലം? ഇത് നമ്മുടെ ഹോർമയ്ക്കടുത്തുള്ള. ഹോർമയ്ക്കടുത്തോ? ആ, കാദേശ് ബർന്നയുടെ അടുത്തുള്ള. അപ്പോൾ അവിടെയല്ലേ നമ്മൾ ഇപ്പോൾ 2 പ്രാവശ്യം കറങ്ങിയിട്ട് വന്ന്. ആ അതെ. ഇപ്പോൾ അതിനോട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി നമ്മൾ പാളയം അടിച്ചേക്കുക. അപ്പോൾ ഈ ഇവിടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ മുമ്പോട്ട് പോകുന്നില്ലല്ലോ. ഇല്ല. ഇതെന്താ ഇതിൻ്റെ കാര്യം? ഇതെന്താ ഇതിൻ്റെ കാര്യം? പ്രശ്നമായി. മോശയോടും അഹ്റോനോടും പിറുപിറുപ്പ് തുടങ്ങി. ഈ ജനത്തെ വലയ്ക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്? കനാൻ ദേശത്ത് അവകാശമൊക്കെ തരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതുവരെയും കനാൻ ദേശം അവകാശമാക്കിയില്ല. ഇതെന്താ ഈ ചെയ്യുന്നത്? മോശയും അഹ്റോനെയും നോക്കി അവരത് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരാണോ ഈ കറക്കുന്നത്? നേരെ മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും പെട്ടകം കൊണ്ടുപോകുന്ന വഴിയെ പോകുന്ന പാളയം മാത്രമാണ്. അതിൽ നായകന്മാരുടെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ മാത്രമാണ് മോശയും അഹ്റോനും. ഇതിൽ എന്തെങ്കിലും നിയന്ത്രണാവകാശം ഉള്ളത് ഈ അഗ്നിസ്തംഭത്തിനും മേഘസ്തംഭത്തിനുമാണ്. അതിന് ഇവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചോദിക്കേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അത് ചോദിക്കാതെ പിറുപിറുത്ത് കഴിഞ്ഞാൽ ദൈവം സമ്മതിക്കുമോ? മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഇളകി. ആരൊക്കെ അന്നാണ് കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ തനിനിറം മനസ്സിലാക്കിയത്. അവർ അത്രയും കാലം പിടിച്ചു നിന്നു. അത്രയും കാലം. ഓർത്തുകൊള്ളണം, പുതിയ നിയമസഭയ്ക്ക് ഇത് ദൃഷ്ടാന്തമാണ്. 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ദൈവം വിളിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് തിക്താനുഭവം ഉണ്ടായിരുന്നുവോ അത് തന്നെ ഇന്നും അനുഭവിക്കുന്നവരുണ്ട്. പലരും അതിനെക്കുറിച്ച് പരിഭവം പറയുന്നതും കേട്ടിട്ടുണ്ട്. എന്താണ്? എനിക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതിൽ വന്നപ്പോൾ എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതിന്നും ഉണ്ട്. ഇതിങ്ങനെ മാറാനൊന്നും പോകുന്നില്ല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അന്ന് ഞാൻ ഇതിൽ വന്നതിന് ശേഷം അന്നുണ്ടായിരുന്ന എൻ്റെ ഹൃദയത്തിലെ ദോഷം അത് പോയിട്ടില്ല, ഇത് ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ?
വിട്ടുപിരിയാതെ വണ്ണം തുടർച്ചയായിട്ട് ഒരേ അനുഭവം, ഒരേ കയ്പ്, ഒരേ വേദന അന്നുണ്ടായിരുന്നത് തന്നെ ഇന്നും ഉണ്ടാവുക. എന്തിനെന്നറിയാമോ? ശത്രുവിന് പ്രതീക്ഷയുണ്ട്, ശത്രുവിൻ്റെ വാദമുണ്ട്. ഒരു പ്രാവശ്യം അങ്ങ് ചിറ്റിക്ക്, ഞാൻ കാണിച്ചു തരാം. 2 പ്രാവശ്യം ചിറ്റിച്ച് ഉറപ്പാണ്, ഒറ്റ പ്രാവശ്യം അങ്ങ് ചിറ്റിക്ക്. ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കറക്കി അവിടെ തന്നെ കൊണ്ടുപോവാ, ഇളകണം കാണിച്ചു തരാം. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇളകി, കൊരക്കെഴുന്നേറ്റു, കൂടെ ആയിരക്കണക്കിന് ജനം കൂടെ ഉണ്ടായി. ദാദാൻ അബീരാം എന്ന് പറയുന്ന ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റു. ദൈവത്തിന് മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവർ ഒരുങ്ങി. പ്രശ്നമായി. ദൈവം എഴുന്നേറ്റു. മത്സരികളെ ന്യായം വിധിച്ചു. വിട്ടുപോകുന്നതിനെ ഓർത്തവരെ, ദൈവത്തിന് കിടങ്ങാൻ മനസ്സില്ലാത്തവരെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞവരെ ന്യായം വിധിക്കാൻ ദൈവം എഴുന്നേറ്റു. കോരഹിനെയും കൂട്ടരെയും ഭൂമി പിളർന്ന് ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ വായടച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനമൊക്കെയും അവരെ നിലവിളി കേട്ടു. ജനത്തിൽ വലിയൊരു വിഭാഗം നശിച്ചുപോയി. സങ്കടം സഹിക്കാൻ വയ്യ. വചനം പറയുന്നത് താഴ്ത്തിയോ? ദൈവമാണോ താഴ്ത്തിയത്? ദൈവമാണ് താഴ്ത്തിയതെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവൻ വിശ്വസ്തയോടെ താഴ്ത്തുന്നവനാണ്. താഴ്ത്തുന്നതിന് മുൻപ് നിനക്ക് എന്തുണ്ടായിരുന്നുവോ അതിലുപരി പിൽക്കാലത്ത് എന്ന് പറയുന്ന ഒരു കാലം കർത്താവ് വെച്ചിട്ടുണ്ട്. ആ കാലത്ത് വരുമ്പോൾ താഴ്ത്തുന്നതിന് മുൻപ് നിനക്ക് എന്തുണ്ടായിരുന്നുവോ അതിനേക്കാൾ ഉപരിയായിരിക്കും പിൽക്കാലത്തുണ്ടാകുന്നത്. അതിൻ്റെ കാരണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. താഴ്ത്തിയവൻ വിശ്വസ്തനാണ്. താഴ്ത്തിയത് വിശ്വസ്തയോടെയാണ്. അവൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ അവൻ താഴ്ത്തുമ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തള്ളിപ്പറയരുത്, നിവൃത്തിയില്ല. തള്ളിപ്പറഞ്ഞാൽ അവൻ നമ്മെ തള്ളിപ്പറയേണ്ടി വരും. ദൈവത്തിന് കീഴടങ്ങണം. ശത്രുവിനോട് നമുക്ക് എതിർക്കാൻ പറ്റില്ല. ദൈവത്തിന് കീഴടങ്ങുവീൻ, അതിനുശേഷം പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങാതെ ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല. ആദ്യം ദൈവത്തിന് കീഴടങ്ങണം, അത് കഴിഞ്ഞ് ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന് കീഴടങ്ങിയവൻ ശത്രുവിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വിട്ടുപോകുന്നതിനെ ഓർക്കരുത്. വിട്ടുപോകുന്നതിനെ ഓർക്കാത്തവൻ മടങ്ങിപ്പോയിരിക്കും. പ്രമാണമാണ്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. എന്നാൽ ഇവർ ഓർത്തില്ല. അതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത് പ്രകാരമാണ്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഓർത്തില്ല. കാരണം അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. സ്വർഗീയമായതിനെ കാക്ഷിക്കുന്ന ജനം, സ്വർഗീയമായതിനെ തന്നെ മുറുകെ പിടിക്കുന്ന ജനം ദൈവം താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് പറയും. കാരണം എനിക്കെൻ്റെ കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിൽക്കാലമെന്നാണ്. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് നിന്നെ താഴ്ത്തി. ഇന്ന് ഞാൻ അവന് കീഴടങ്ങണം. എന്തിനു വേണ്ടി? ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ. ഇന്ന് ഞാൻ അവനെ തള്ളിപ്പറയരുത്. കാരണം വ്യവസ്ഥയനുസരിച്ച് അവൻ എന്നെയും തള്ളിപ്പറയേണ്ട വരും.
വിട്ടുപോകുന്നതിനെ ഓർക്കരുത്. വിട്ടുപോകുന്നതിനെ ഓർത്തവൻ മടങ്ങിപ്പോവാൻ ഇടവരും. പിന്നെ എന്തു ചെയ്യണം? എന്തു ചെയ്യണം? അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ച് ദൈവത്തിന് കീഴടങ്ങി, വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നവൻ ആ സ്ഥാനത്തെത്തി ക്രിസ്തുവിൽ പ്രശംസിപ്പാൻ ഇടവരും. താഴ്ത്തിയവൻ വിശ്വസ്തനാണ്. പിൽക്കാലത്ത് സമയമായപ്പോൾ താഴ്ത്തുന്നതിന് മുമ്പേ നിനക്കെന്തുണ്ടായിരുന്നുവോ അതിനേക്കാൾ ഉപരി പിൽക്കാലത്തുണ്ടായിരിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ വിശ്വസ്തനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.